ഹലോ ഫ്രണ്ട്സ്, വിഷുവിന് അച്ഛൻ വരച്ച കൃഷ്ണൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ കൃഷ്ണനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസ കൃതിയായ മഹാഭാരതത്തിലുമെല്ലാം വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണചരിതങ്ങളിൽ ദേവകിയുടെയും ഭർത്താവായ വാസുദേവന്റെയും മകനായി മധുരയിൽ കൃഷ്ണൻ ജനിക്കുന്നു. ദേവകിയുടെ സഹോദരനാണ് കംസൻ. ദേവകിക്ക് പിറക്കുന്ന ഒരു കുട്ടി തന്നെ കൊല്ലുമെന്ന് ജ്യോതിഷികൾ കംസനോട് പറയുന്നു. അതിനാൽ ദേവകിയുടെ എല്ലാ കുട്ടികളെയും കൊല്ലാൻ കംസൻ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ ജനിച്ചപ്പോൾ അച്ഛനായ വാസുദേവൻ കൃഷ്ണനെ യശോദയ്ക്ക് കൈമാറിയത്. അങ്ങനെ ആധുനിക മധുരയ്ക്കടുത്ത് നന്ദനും ഭാര്യയായ യശോദയ്ക്കുമൊപ്പം കൃഷ്ണൻ വളരുന്നു. കൃഷ്ണന്റെ ബാല്യത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഇതിഹാസങ്ങൾ അദ്ദേഹത്തെ ഒരു പശു മേയ്ക്കുന്നവനായും കുസൃതിക്കാരനായ ബാലനായും വിവരിക്കുന്നു. വെണ്ണക്കള്ളൻ എന്ന പേരും നേടിക്കൊടുത്തു. ഗോകുലത്തിലെയും വൃന്ദാവനത്തിലെയും ആളുകളുടെ സംരക്ഷകനായും വിശേഷിപ്പിക്കുന്നു. കൃഷ്ണന്റെ കാളിയമർദ്ദനം കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നദീതടങ്ങൾ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണ്. കാളിന്തി നദിയും അതുപോലെയാണ്. അതിൻ്റെ തീരത്തിൽ മനോഹരമായ ഉദ്യാനങ്ങളും പുൽമൈതാനങ്ങളും ഗ്രാമങ്ങളും കാടുകളുമുണ്ട്. എന്നാൽ ഈ നദിയുടെ ഒഴുക്കിൽ ഒരിടത്ത് ആഴമേറിയൊരു കയമുണ്ട്. അവിടെ അത്യുഗ്ര വിഷമുള്ള കാളിയൻ എന്ന ഘോര സർപ്പം താമസിച്ചിരുന്നു. അവന് 1000 ഫണങ്ങളുണ്ട്. ഭാര്യമാരും മക്കളും ബന്ധുക്കളുമെല്ലാം ആ കയത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ ജലം വിഷമയമായിരുന്നതിനാൽ ആ പ്രദേശമെല്ലാം മരുഭൂമിയായിരുന്നു. സസ്യലതാദികളെല്ലാം കരിഞ്ഞുപോയിരുന്നു. പക്ഷികൾ പോലും അതിനു മുകളിൽ കൂടി പറന്നാൽ മരിച്ചു വീഴും. ജലജീവികളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു കദംബമരം മാത്രമാണ് ആ നദീതീരത്ത് പൂത്തു തളിർത്ത് നിൽപ്പുണ്ടായിരുന്നത്. വിനതയുടെ മകനായ ഗരുഡൻ അമ്മയുടെ ദാസ്യം അവസാനിപ്പിക്കാനായി ദേവലോകത്തേക്ക് അമൃതിനു പോയി. അമൃതും കൊണ്ട് മടങ്ങി വരുന്ന വഴി ക്ഷീണിച്ച പക്ഷിരാജൻ വിശ്രമിക്കാനായി ആ കദംബമരത്തിലിരുന്നു. അമൃത കലശം തുളുമ്പി കുറച്ച് ആ വൃക്ഷത്തിൽ വീണു. അതുകൊണ്ടാണ് ആ മരത്തിന് അമരത്വം കിട്ടിയത്. ഒരിക്കൽ കൃഷ്ണനും കൂട്ടുകാരും ഗോക്കളെ മേച്ചുകൊണ്ട് ആ നദീതീരത്തെത്തി. കണ്ണൻ അല്പം അകലെയായി കാനന ഭംഗി ആസ്വദിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് കൂട്ടുകാരും ഗോക്കളും കാളിന്തി നദിയിലെ വെള്ളം കുടിച്ചപ്പോൾ അവർ ഒന്നടങ്കം മരിച്ചുപോയി. അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അവിടെ എത്തിയപ്പോൾ ആ രംഗം കണ്ട് പരവശനായി. ഉൾക്കണ്ണുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ കൂട്ടുകാരെയും പശുക്കളെയും ജീവിപ്പിച്ചു. ഉറങ്ങി എണീറ്റതുപോലെ കൂട്ടുകാരും പശുക്കളും വന്ന് കണ്ണനു ചുറ്റും കൂടി നിന്നു. തെല്ലു നേരം കഴിഞ്ഞ് കണ്ണൻ ആ കദംബ മരത്തിൽ കയറി ഒരു വീക്ഷണം നടത്തിയിട്ട് നദിയിലോട്ട് ചാടി നീന്തി തുടങ്ങി. ജലത്തിലെ ഓളങ്ങൾ കണ്ട് പരിഭ്രമിച്ച കാളിയൻ കണ്ണൻ്റെ 2 പാദങ്ങളിലും ആഞ്ഞുകൊത്തി. ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയ കാളിയൻ ഫണങ്ങൾ കൊണ്ട് കണ്ണനെ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അതുകൊണ്ടും ഒന്നും സംഭവിക്കാത്തതിനാൽ കാളിയൻ ഭഗവാനെ ചുറ്റിവരിഞ്ഞു മുറുക്കി. ഇതുകണ്ട് കൂട്ടുകാരും ഗോക്കളും കണ്ണീരൊഴുക്കി. പക്ഷേ ഭഗവാൻ ആ കിടപ്പ് നല്ല രസമായിട്ടാണ് തോന്നിയത്. ഈ സമയത്ത് ഗോകുലത്തിൽ ചില ദുർനിമിത്തങ്ങൾ കാണുവാനിടയായി. നന്ദഗോപർക്ക് ഇടത് കണ്ണും തോളും തുടയും ഒപ്പം വിറച്ചു. യശോദയ്ക്കാണെങ്കിൽ വലത് കണ്ണും തോളുമാണ് വിറച്ചത്. അവർ നന്നേ വ്യസനിച്ചു പോയി. കണ്ണനും കൂട്ടുകാർക്കും പശുക്കൾക്കും എന്ത് സംഭവിച്ചു എന്നറിയാതെ പലതും ചിന്തിച്ചിരിക്കുമ്പോൾ യശോദയ്ക്ക് തോന്നി, ഒരുപക്ഷെ കാളിന്തി നദിയിലെങ്ങാനും ഇറങ്ങിയിട്ട് കാളിയൻ ചുറ്റിക്കിടക്കുവാണോ എന്ന്. ഉടനെ തന്നെ ഒരശരീരി വാക്കുണ്ടായി. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ യശോദയും തോഴിമാരും നന്ദഗോപരും ബാലരാമനും മറ്റു ഗോപന്മാരുമെല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു. ആകാശത്തിൽ ഒരു പ്രഭാവലയം പ്രത്യക്ഷമായി. ചെറിയ തോതിൽ ഭൂമി കുലുക്കവും ഉണ്ടായി. അതോടെ അവരുടെ എല്ലാം പരിഭ്രമം ഏറെയായി. എല്ലാം അറിയുന്ന ബലരാമൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും കണ്ണൻ്റെ അവതാരോദ്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കണ്ണൻ്റെ ശരീരം പെട്ടെന്ന് വളർന്നു വലുതായി. കാളിയൻ്റെ ഉടൽ പൊട്ടുമെന്ന മട്ടായി. അവൻ വിവശനായി ചുറ്റുകൾ അഴിച്ചു. വിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ഓരോ ഫണത്തിലും കയറി നിന്ന് നൃത്തം ചെയ്തു. ഇത് കണ്ട് കരയിൽ നിന്നവർ നിർനിമേഷരായി.
ദേവകൾ ആകാശത്ത് പൂമാരി ചൊരിഞ്ഞു. യക്ഷഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിച്ചു. അപ്സര സ്ത്രീകൾ നൃത്തമാടി. നാരദൻ തുടങ്ങിയ മുനിമാർ സ്തുതിഗീതം മുഴക്കി. കാളിയൻ്റെ 1000 ഫണങ്ങളും തളർന്നു താണു. അവൻ്റെ ദർപ്പവും അകന്നു. കാളിയൻ ചോര ഛർദ്ദിച്ചു തുടങ്ങി. സഹിക്കവയ്യാതായപ്പോൾ കാളിയൻ തന്നെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് കേണപേക്ഷിച്ചു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് കാളിയൻ്റെ ബുദ്ധി തെളിഞ്ഞു. അവൻ്റെ പത്നിമാരും ഭഗവാനെ സ്തുതിച്ച് അപരാധം പുറത്തുകൊള്ളാനും അനുഗ്രഹിക്കാനും ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാളിയനോട് അവിടം ഉപേക്ഷിച്ചിട്ട് രമണകം എന്ന ദ്വീപിലേക്ക് മാറിപ്പോകാൻ ഭഗവാൻ അരുളി ചെയ്തു. അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. കാളിയന് അവിടം ഉപേക്ഷിച്ച് ഒരിടത്തും പാർക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ ശത്രുവായ ഗരുഡൻ അവനെ കൊല്ലും. പണ്ട് സുരഭി എന്ന മഹർഷി കാളിന്തിയിൽ കുളിച്ച് കണ്ണടച്ച് ജപിച്ചു നിൽക്കുകയായിരുന്നു. ഗരുഡൻ ഇതറിയാതെ ഒരു വലിയ മത്സ്യത്തെ നദിയിൽ നിന്നും പിടിക്കുകയും മുനിയുടെ ദേഹത്താകെ വെള്ളം തെറിപ്പിക്കുകയും ചെയ്തു. കോപം പൂണ്ട മുനി ഗരുഡനെ ശപിച്ചു. ഇതിനുശേഷം ഇവിടെ വന്നാൽ 10 കഷ്ണങ്ങളായി മരിക്കും എന്നാണ് ശാപം. അതുപോലെ പാമ്പുകളും ഗരുഡനും പണ്ടേ ശത്രുക്കളാണല്ലോ. ഗരുഡൻ അനേകം പാമ്പുകളെ ഭക്ഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ പാമ്പുകൾ ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും ഓരോ പാമ്പ് വീതം ഗരുഡന് ഭക്ഷിക്കാൻ തയ്യാറായി. വാവുബലിയായപ്പോൾ പാമ്പുകൾക്ക് കിട്ടുന്ന ഹവിർഭാഗം ഗരുഡന് നൽകാമെന്നും പാമ്പുകളെ ഭക്ഷിക്കരുത് എന്നുമായി വ്യവസ്ഥ. അതും ഗരുഡൻ സമ്മതിച്ചു. എന്നാൽ കാളിയൻ മാത്രം ഈ കരാർ ലംഘിച്ചു. ഗരുഡൻ അത് സഹിച്ചില്ല. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ഗരുഡൻ്റെ ചിറകടി കൊണ്ട് വലഞ്ഞ കാളിയൻ അവസാനം കാളിന്തി നദിയുടെ കയത്തിൽ അഭയം തേടി. അങ്ങനെ അവൻ്റെ കുടുംബവും ആ കയത്തിലെത്തി. തൻ്റെ പാദസ്പർശമേറ്റതിനാൽ ഗരുഡൻ ഒരിക്കലും കാളിയനെയും കുടുംബത്തെയും ഉപദ്രവിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പു നൽകി. കാളിയനും കുടുംബവും ഭഗവാനെ നാഗരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അങ്ങനെ കാളിയനും കുടുംബവും കാളിന്തി നദി വിട്ടതോടെ നദിയിലെ ജലവും അതിൻ്റെ തീരപ്രദേശവും ജീവികൾക്കെല്ലാം ഉപയോഗയോഗ്യമായി തീർന്നു. കാളിയനെ അടിച്ചമർത്തി കാളിയൻ സമ്മാനിച്ച രത്നവും എടുത്തുകൊണ്ട് കൃഷ്ണൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഗോപാലന്മാർ കൃഷ്ണനെ ആലിംഗനങ്ങളാൽ മൂടി. അമ്പാടിയിലെ ആളുകൾ കുട്ടികളെ അന്വേഷിച്ച് കാളിന്തി തീരത്തേക്ക് വന്നു. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും യാദവന്മാർ രാത്രി അവിടെ ചെലവഴിച്ചു. അപ്പോഴേക്കും ഒരു കാട്ടുതീ അവരെ മൂടി. അവർ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ ആ മുഴുവൻ അഗ്നിയും വിഴുങ്ങി അവരെ രക്ഷിച്ചു എന്നും കഥകൾ പറയുന്നു. ഇതാണ് കൃഷ്ണന്റെ കാളിയമർദ്ദനം കഥ. ഇനി കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയ കഥ പറയാം. ഇന്ദ്രൻ മഴയുടെ ദേവനാണ്. അമ്പാടിയിലെ ജനങ്ങൾ എല്ലാ വർഷവും മഴയ്ക്കായി ഇന്ദ്രനെ അനുകൂലിച്ച് യജ്ഞം നടത്തിയിരുന്നു. ഗോവർദ്ധന പർവ്വതം അമ്പാടി ജനതയുടെ ഗൃഹദേവതയാണെന്നും അവർ ആ പർവ്വതത്തെ ആരാധിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ആചാരത്തെ എതിർത്തു. അതിനാൽ അമ്പാടിയിലെ ജനങ്ങൾ ആ വർഷം ഇന്ദ്രന് വേണ്ടി ഒരുക്കിയ യജ്ഞം ഗോവർദ്ധനന് സമർപ്പിച്ചു. ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ അമ്പാടിയിൽ കനത്ത മഴ പെയ്യിച്ചു. കനത്ത മഴയിൽ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കുട പോലെ പിഴുതെടുത്തു. അതിനടിയിൽ അഭയം പ്രാപിച്ചു. 7 ദിവസത്തിനു ശേഷവും മഴ നിലച്ചില്ല. എന്നിട്ടും കൃഷ്ണന്റെ ദയയാൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. സ്വന്തം ചെയ്തിയിൽ മടുത്ത ഇന്ദ്രൻ കൃഷ്ണനെ സ്തുതിച്ചു. ദേവസുരഭി വന്ന് കൃഷ്ണനെ വന്ദിക്കുകയും ഗോപാലന്മാരുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ദേവന്മാർ അദ്ദേഹത്തെ ഗോവിന്ദ എന്ന് അഭിസംബോധന ചെയ്തു. അതായത് കന്നുകാലികളെ സംരക്ഷിക്കുന്നവൻ എന്നർത്ഥമാക്കിക്കൊണ്ടാണ് ഗോവിന്ദ എന്ന പേര് നൽകിയത്. ഇനി ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതെങ്ങനെയാണെന്ന് അറിയണ്ടേ? കംസന്റെ നിരവധി യോദ്ധാക്കളെ കൃഷ്ണനും ബലരാമനും കൊന്നു. ഈ സംഭവങ്ങൾ കണ്ട് കംസൻ അത്ഭുതപ്പെട്ടു. ശ്രീകൃഷ്ണൻ കംസനെ വെല്ലുവിളിച്ചു. അല്ലയോ അമ്മാവ, ഇപ്പോൾ നിന്റെ പാപങ്ങൾ കലർന്നിരിക്കുന്നു. നിന്റെ മരണസമയം വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കംസനെ കൊല്ലൂ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. കാരണം അവരും കംസന്റെ ക്രൂരതകളിൽ ദുഃഖിതരാണ്. കംസൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷേ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ കൃഷ്ണൻ അവനെ ആക്രമിച്ചു. അവൻ്റെ ക്രൂരതകൾ ഒന്നൊന്നായി ഓർമ്മിപ്പിച്ചു. അവൻ നിരപരാധികളായ കുട്ടികളെ എങ്ങനെ കൊലപ്പെടുത്തി? കൃഷ്ണന്റെ അമ്മ ദേവകിയെയും അച്ഛൻ വാസുദേവനെയും തടവിലാക്കി. അവരുടെ സന്തതികളെ കൊന്നു. സ്വന്തം അച്ഛൻ മഹാരാജാവ് ഉഗ്രസേനനെ തടവിലാക്കി. സ്വയം രാജാവാവുകയും ചെയ്തു. അവൻ എങ്ങനെയാണ് ജനങ്ങളെ പീഡിപ്പിക്കുകയും അവരോട് അനീതി കാണിക്കുകയും ചെയ്തത്?
ഇതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ കംസന്റെ തല തൻ്റെ സുദർശന ചക്രത്തിൽ നിന്ന് വേർപെടുത്തി അവനെ കൊന്നു. അവസാനമായി കൃഷ്ണനെ വേടൻ അമ്പെയ്ത കഥയും കൂടെ പറയാം. ഒരു ദിവസം കൃഷ്ണൻ കാട്ടിലൊരു മരത്തിലിരുന്ന് ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വേട്ടക്കാരനായ ജാരൻ പിന്നീട് കാട്ടിലേക്ക് പ്രവേശിച്ചു. കൃഷ്ണന്റെ ചലിക്കുന്ന കാൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന മാനാണെന്ന് ആ വേട്ടക്കാരൻ തെറ്റിദ്ധരിച്ചു. അതിനാൽ അവനൊരു മാരകമായ അമ്പെയ്തു. അത് കൃഷ്ണന്റെ പാദങ്ങളിൽ തുളച്ചു കയറി. കൃഷ്ണന്റെ മുന്നിൽ എത്തിയ ഉടൻ തന്നെ വേട്ടക്കാരന് തൻ്റെ തെറ്റ് മനസ്സിലായി. ക്ഷമയാചിച്ചു. തൻ്റെ മരണം എങ്ങനെ അനിവാര്യമാണെന്ന് ഭഗവാൻ കൃഷ്ണൻ വിശദീകരിച്ചു. ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് സമാധാനം നൽകി. തൽഫലമായി ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നവരുടെ ലോകം വിട്ടുപോയി. ഭഗവാൻ കൃഷ്ണൻ അന്തരിച്ച നിമിഷമായി കലിയുഗത്തിൻ്റെ ആരംഭം കണക്കാക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞാലും തീരില്ല. അത്രയും അധികം കഥകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം മിക്കവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എങ്കിലും ഫ്രണ്ട്സ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അച്ഛൻ വരയ്ക്കുന്നതും നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അച്ഛൻ്റെ വേറെയും ഡ്രോയിങ് വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, അച്ഛൻ ഇതാ ഇവിടെ വരച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.